My dear students and my dear friends, welcome back to Easy Maths. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് +1 മാത്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും 2020 ഡിസംബർ മാസത്തിൽ നടന്ന ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു എക്സാമിന് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് എന്ന് പറയുന്ന ഈ മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്നും ഏകദേശം 9 മാർക്കിന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 2020 ഡിസംബറിൽ നടന്ന ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ദ വാല്യൂ ഓഫ് sin square pi by 6 പ്ലസ് tan square pi by 4 പ്ലസ് cos square pi by 6. അതായത് നമുക്ക് ഈ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യണം, സോൾവ് ചെയ്യണം. ഈ ഇക്വേഷനെ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്താണ് എന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് വരാം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് sin square pi by 6ൻ്റെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കുക. അതേപോലെ tan square pi by 4ൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കണം. cos square pi by 6ൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് sin square pi by 6 കണ്ടുപിടിക്കാം. ഓക്കെ, അത് നമുക്കറിയാം sin pi by 6. ഓക്കെ, എന്താണ് sin pi by 6? നമുക്കറിയാം sin pi by 6ൻ്റെ വാല്യൂ 1/2 ആണ്. sin pi by 6ൻ്റെ വാല്യൂ 1/2 ആണ്. എങ്കിൽ sin square pi by 6 എന്ത് ചെയ്താൽ മതി, 1/2ൻ്റെ സ്ക്വയർ എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് വരാം. sin pi by 6ൻ്റെ വാല്യൂ 1/2 എങ്കിൽ sin square pi by 6 കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, ഹാഫിൻ്റെ സ്ക്വയർ എടുക്കാം. ഓക്കെ, 1/2ൻ്റെ സ്ക്വയർ ആൻസർ എന്തായിരിക്കും, 1/4. ഓക്കെ, 1/2ൻ്റെ സ്ക്വയർ 1/4. അതേപോലെ tan square pi by 4 ആണ് അടുത്ത ടൈം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം tan pi by 4. ഓക്കെ, tan pi by 4ൻ്റെ വാല്യൂ 1. ഓക്കെ, നമുക്ക് tan pi by 4ൻ്റെ വാല്യൂ എന്നറിയാം. അതായത് tan pi by 4 എന്ന് പറയുന്നത് tan 45 ആണ്. ഓക്കെ, അതിൻ്റെ വാല്യൂ 1 എങ്കിൽ tan square pi by 4ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, tan pi by 4ൻ്റെ വാല്യൂവിൻ്റെ സ്ക്വയർ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 1ൻ്റെ സ്ക്വയർ എന്ത് തന്നെയാണ്, 1. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ എന്ന് പറയുന്നത് cos square pi by 6. ഓക്കെ, അപ്പോൾ നമുക്കറിയാം cos pi by 6. ഓക്കെ, cos pi by 6 cos 30യുടെ വാല്യൂ എന്ന് പറയുന്നത് √3/2 ആണ്. √3/2 ആണ്. എങ്കിൽ cos square pi by 6 കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ എന്ത് ചെയ്യുക, √3/2ൻ്റെ സ്ക്വയർ എടുക്കാം. √3/2ൻ്റെ സ്ക്വയർ, √3യുടെ സ്ക്വയർ എന്ന് പറയുന്നത് 3 ആയിരിക്കും. 2ൻ്റെ സ്ക്വയർ എത്രയാ, 4. ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താ, 1/4 പ്ലസ് 1 പ്ലസ് 3/4. ഓക്കെ, നമുക്ക് ഒന്ന് ചെയ്യാം. 1/4 പ്ലസ് 3/4. ഓക്കെ, രണ്ടിൻ്റെ ഡിനോമിനേറ്റർ 4 ആണ്. ഓക്കെ, ന്യൂമറേറ്റർ കൂട്ടുകയാണെങ്കിൽ 3 പ്ലസ് 1 എത്രയാണ്, 4. എന്താ, പ്ലസ് 1. 4/4 എത്രയാണ്, 1. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താ, 1 പ്ലസ് 1. ഓക്കെ, 1 പ്ലസ് 1 എന്ന് പറഞ്ഞപ്പോൾ എന്തായിരിക്കും, 2. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടി sin square pi by 6 പ്ലസ് tan square pi by 4 പ്ലസ് cos square pi by 6ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. നമ്മുടെ ഓപ്ഷനിൽ സെക്കൻഡ് ആണ് നമ്മുടെ ആൻസർ. വരാം, 3 സബ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓരോ സബ് ക്വസ്റ്റ്യനും 2 മാർക്ക് വീതം. ഓക്കെ, അപ്പോൾ ഇതേ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണിത്. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദി ട്രിഗണോമെട്രിക് ഇക്വേഷൻ sin x ഈസ് ഈക്വൽ ടു -12. ഓക്കെ, അതായത് ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ഏതിൻ്റെയാ, sin x ഈസ് ഈക്വൽ ടു -12 എന്ന് പറയുന്നതിൻ്റെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അതേപോലെ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ: ഫൈൻഡ് ദ വാല്യൂ ഓഫ് cos 15 ഡിഗ്രി. ഓക്കെ, cos 15. ഓക്കെ, അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതേപോലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: ഇൻ ട്രയാങ്കിൾ ABC ആംഗിൾ A ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി, AB ഈസ് ഈക്വൽ ടു 3√2 സെൻറ്റിമീറ്റർ, BC ഈസ് ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ. ഫൈൻഡ് ആംഗിൾ B, ആംഗിൾ C ആൻഡ് ലെങ്ത് ഓഫ് സൈഡ് AC. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ട്രിഗണോമെട്രിയിലെ സപ്ലിമെൻ്ററി സെക്ഷൻ എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ ഓരോ ക്വസ്റ്റ്യന് 2 മാർക്ക് വീതമായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ആൻസേഴ്സ് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദി ട്രിഗണോമെട്രിക് ഇക്വേഷൻസ് sin x ഈസ് ഈക്വൽ ടു -1/2. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്
സൈൻ എക്സ് ഈസ് ഈക്വൽ ടു -1/2 എന്ന ട്രിഗണോമെട്രി ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യുന്നതിന് വേണ്ടി ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് തന്നിരിക്കുന്നത് സൈൻ എക്സ് ഈസ് ഈക്വൽ ടു -½ ആണ്, -1/2 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എഴുതുകയാണ് സൈൻ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് കളഞ്ഞേക്ക് എന്ത് ചെയ്യുക, ഹാഫ് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ സൈൻ എക്സ് ഈസ് ഈക്വൽ ടു ഹാഫ്. ഓക്കെ, നമ്മൾ എക്സിന് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, ഹാഫ് കിട്ടുക. ഓക്കെ, അത് ആദ്യം നമുക്ക് ചിന്തിക്കാം. ഓക്കെ, അപ്പോൾ മൈനസ് ഉണ്ട് പ്രോബ്ലത്തിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുന്നതിന് വേണ്ടി ആദ്യം എന്ത് ചെയ്യുക, പോസിറ്റീവായിട്ടൊന്ന് കൺസിഡർ ചെയ്യുക. സൈൻ എക്സ് ഈസ് ഈക്വൽ ടു ഹാഫ് എന്നെടുക്കുക. ഓക്കെ, അപ്പോൾ എക്സിന് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് ഹാഫ് കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്കറിയാം. ഓക്കെ, സൈൻ എക്സ് ഈസ് ഈക്വൽ ടു ഹാഫിന് നമുക്ക് എഴുതാം, അതായത് സൈൻ ഓഫ് π/6. ഓക്കെ, സൈൻ ഓഫ് π/6 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഹാഫ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഹാഫിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം, സൈൻ π/6 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഹാഫിന് പകരം നമുക്ക് എഴുതാൻ പറ്റുന്നത് സൈൻ π/6 അല്ലെങ്കിൽ സൈൻ π/6 ആണ് ഹാഫ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോബ്ലത്തിലേക്ക് വരാം. ഇവിടെ നമുക്ക് പ്രോബ്ലത്തിൽ സൈൻ എക്സ് ഈസ് ഈക്വൽ ടു ഓക്കെ -½ ആണ്. ഓക്കെ, മൈനസ് അതേപോലെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഹാഫിന് പകരം നമുക്ക് എന്തെന്ന് എഴുതാം, സൈൻ π/6 എന്നെഴുതാം, സൈൻ π/6 എന്നെഴുതാം. ഓക്കെ, അപ്പോൾ നമ്മളെ ആൻസറിൽ സൈൻ എക്സ് ഈസ് ഈക്വൽ ടു -sin π/6 എന്ന് എഴുതി. ഇനി നമ്മൾ നോക്കേണ്ടത് -sin π/6നെ ഈ മൈനസ് സൈൻ ഓഫ്, അതായത് സൈനിൻ്റെ അകത്തേക്ക് എങ്ങനെ വരുന്നു നമുക്ക് നോക്കാം. അതിന് നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈൻ ഓഫ് π+x, സൈൻ ഓഫ് π+x എന്ന് പറയുന്നത് എന്താ, -sin x ആയിരിക്കും. എന്താണ്, സൈൻ ഓഫ് π+x എന്ന് പറയുന്നത് -sin x ആയിരിക്കും. ഓക്കെ, അതറിയാം നമുക്ക്. സൈൻ ഓഫ് π+x, പൈ വരെയാണെങ്കിൽ, ഓക്കെ, പൈ എന്ന് പറയുന്നത് വരെയാണെങ്കിൽ ഫങ്ഷൻ ചേഞ്ച് ചെയ്യത്തില്ല. ഓക്കെ, അത് എന്ത് തന്നെയായിരിക്കും, സൈൻ എക്സ് എന്ന് തന്നെയായിരിക്കും. ഓക്കെ, പിന്നെ സൈൻ മേ ചേഞ്ച്, ആ സൈൻ നമുക്ക് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്, നമുക്കറിയാം. നമ്മുടെ ഓരോ ക്വാഡ്രൻറ്റിലും ഓരോ ഫങ്ഷൻസ് പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുണ്ട്. അത് നമുക്ക് എളുപ്പ രീതിയിൽ ഓർത്തിരിക്കാൻ വേണ്ടി നമ്മളൊരു കോഡ് പഠിച്ചിട്ടുണ്ട്, ആഡ് ഷുഗർ ടു കോഫി, ആഡ് ഷുഗർ ടു കോഫി. ഓക്കെ, ഇത് ഫസ്റ്റ് ക്വാഡ്രൻ്റാണ്. ഓക്കെ, ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എല്ലാ ട്രിഗണോമെട്രി ഫങ്ഷൻസും പോസിറ്റീവ് ആയിരിക്കും. നമ്മൾ അടുത്ത് പഠിച്ചിട്ടുണ്ട് സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈൻ മാത്രം പോസിറ്റീവ്, സൈൻ പോസിറ്റീവ് ആയാൽ സൈൻ്റെ റെസിപ്രോക്കലായ കൊസീക്കും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, തേർഡ് ക്വാഡ്രൻറ്റിൽ ടാനും ടാനിൻ്റെ റെസിപ്രോക്കലായ കോട്ടും പോസിറ്റീവ് ആയിരിക്കും. അതേപോലെ ഫോർത്ത് ക്വാഡ്രൻറ്റിൽ കോസും കോസിൻ്റെ റെസിപ്രോക്കലായ സീക്കും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇവിടുത്തെ നമ്മൾ നോക്കാം സൈൻ ഓഫ് π+x എന്നാണ്. ഓക്കെ, അപ്പോൾ സൈൻ ഓഫ് π+x എന്ന് പറയുമ്പോൾ പൈനോട് ഒരു ആംഗിൾ കൂട്ടുകയാണ് അല്ലെങ്കിൽ ഒരു വാല്യൂ കൂട്ടുകയാണെങ്കിൽ അത് നേരെ തേർഡ് ക്വാഡ്രൻറ്റിൽ വരും. ഓക്കെ, തേർഡ് ക്വാഡ്രൻറ്റിൽ സൈൻ ഇവിടെ എന്താ, നെഗറ്റീവാണ്. അതുകൊണ്ട് നമുക്ക് എഴുതാം -sin x എന്ന്. ഓക്കെ, അതായത് സൈൻ ഓഫ് π+x. ഓക്കെ, പൈ വരുന്നത് കൊണ്ട് ഫങ്ഷൻ ചേഞ്ച് ചെയ്യത്തില്ല, സൈൻ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സൈൻ ഓഫ് π+x -sin x എന്നറിയാം. ഇനി നമ്മൾ തിരിച്ചൊന്ന് ചിന്തിച്ചേ, -sin x എന്ന് നമ്മളെ കയ്യിലുണ്ട് എങ്കിൽ നമുക്കതിനെ നേരെ തിരിച്ചെഴുതാം. എങ്ങനെയാണ്, സൈൻ ഓഫ് π+x എന്ന് എഴുതാം. ഓക്കെ, എന്താണ്, -sin x എന്ന് നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ നമുക്കതിനെ തിരിച്ചെഴുതാം. എന്താ, സൈൻ ഓഫ് π+x എന്ന്. എങ്കിൽ നമ്മുടെ ആൻസറിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ ആൻസറിൽ -sin π/6 പകരം നമുക്ക് എങ്ങനെ എഴുതാം, അല്ലെങ്കിൽ -sin π/6 നമുക്ക് റീറൈറ്റ് ചെയ്യാം. സൈൻ ഓഫ് ഓക്കെ -sin x എന്ന് പറയുന്നത് എന്താ, സൈൻ ഓഫ് π+x ഈക്വലാണ്. അതായത് സൈൻ ഓഫ് π+x ആണ് -sin x എങ്കിൽ -sin π/6 നമുക്ക് എങ്ങനെ എഴുതാം, സൈൻ ഓഫ് π+x. π+x എന്ന് പറയുമ്പോൾ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് π/6 ആണ്. ഓക്കെ, ആ വാല്യൂ ഞാനിവിടെ എഴുതി, സൈൻ ഓഫ് π+6 എന്ന് എഴുതി. ഓക്കെ, ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈനലായിട്ട് കിട്ടുന്ന ആൻസർ ഇങ്ങനെയാണ്. സൈൻ എക്സ് ഈസ് ഈക്വൽ ടു സൈൻ ഓഫ്
പൈ പ്ലസ് പൈ ബൈ 6 ഒന്ന് ക്രോസ് ചെയ്യുകയാണെങ്കിൽ 6 ഇൻറ്റു പൈ 6 പൈ പ്ലസ് പൈ എത്രയായിരിക്കും 7 പൈ ഡിവൈഡഡ് ബൈ 6 എന്നായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ സൈൻ എക്സ് ഈസ് ഈക്വൽ ടു സൈൻ 7 പൈ ഡിവൈഡഡ് ബൈ 6. ഓക്കെ, നമുക്ക് ജനറൽ ഫോം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ്. ജനറൽ ഫോം എഴുതിയപ്പോൾ നമ്മൾ പഠിച്ചു സൈൻ എക്സ് ഈസ് ഈക്വൽ ടു സൈൻ വൈ എന്ന ഫോമിലാണ് വരുന്നതെങ്കിൽ ഓക്കെ, ഈ ഒരു ഇക്വേഷൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് എക്സ് ഈസ് ഈക്വൽ ടു എൻ പൈ പ്ലസ് മൈനസ് ഓൺ ദ ഹോൾ റേസ് ടു എൻ ഇൻറ്റു വൈ വേർ എൻ എലമെൻറ്റ് ഇൻ ഇസഡ് സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സിലെ എലമെൻ്റ് ആകാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സൈൻ എക്സ് ഈസ് ഈക്വൽ ടു സൈൻ വൈ എന്ന് പറയുന്ന ഫോം വരികയാണെങ്കിൽ നമുക്ക് നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവിടുത്തെ ജനറൽ ഫോം എന്ന് പറയുന്നത് എക്സ് ഈസ് ഈക്വൽ ടു ഓക്കെ എന്തായിരിക്കും എൻ വൈ പ്ലസ് മൈനസ് ഓൺ ദ ഹോൾ റേസ് ടു എൻ ഇൻറ്റു വൈ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിൽ സൈൻ എക്സ് ഈസ് ഈക്വൽ ടു സൈൻ വൈ, അതായത് വൈയുടെ വാല്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നു എത്രയാ 7 പൈ ഡിവൈഡഡ് ബൈ 6. എത്ര? 7 പൈ ഡിവൈഡഡ് ബൈ 6. വൈയുടെ സ്ഥാനത്ത് 7 പൈ ഡിവൈഡഡ് ബൈ 6. ഓക്കെ, എങ്കിൽ നമ്മുടെ ഫൈനൽ ആൻസർ വരുന്നു എന്താണ്? സൈൻ എക്സ് ഈസ് ഈക്വൽ ടു -1/2ൻ്റെ ജനറൽ സൊല്യൂഷനാണ് എഴുതാൻ പറഞ്ഞത്. ഓക്കെ, എങ്കിൽ നമ്മളെ ജനറൽ സൊല്യൂഷൻ കിട്ടുന്നു. അപ്പോൾ നമ്മുടെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എക്സ് ഈസ് ഈക്വൽ ടു എൻ പൈ പ്ലസ് മൈനസ് ഓൺ ദ ഹോൾ റേസ് ടു എൻ ഇൻറ്റു വൈ. വൈയുടെ സ്ഥാനത്ത് ആരാ വരേണ്ടത്? ഓക്കെ, 7 പൈ ഡിവൈഡഡ് ബൈ 6. ഓക്കെ, അപ്പോൾ നമ്മളെ ആൻസർ 7 പൈ ഡിവൈഡഡ് ബൈ 6 വെയർ എൻ എലമെൻറ്റ് ഇൻ ഇസഡ് സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ്. ക്ലിയർ ആണ്? ഓക്കെ, അപ്പോൾ നമ്മുടെ സൈൻ എക്സ് ഈസ് ഈക്വൽ ടു -1/2 എന്ന് പറയുന്ന ട്രിഗണോമെട്രിക് ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ നമുക്ക് കിട്ടി. ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എക്സ് ഈസ് ഈക്വൽ ടു എൻ പൈ പ്ലസ് മൈനസ് ഓൺ ദ ഹോൾ റേസ് ടു എൻ ഇൻറ്റു 7 പൈ ബൈ 6 എന്നാണ്. ഓക്കെ, രണ്ടാമത്തെ സബ് ക്വസ്റ്റിലേക്ക് വരാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കോസ് 15 ഡിഗ്രി. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കോസ് 15 ഡിഗ്രിയാണ് കണ്ടുപിടിക്കേണ്ടത്. കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ടല്ല കോസ് 50യുടെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. യൂസിങ് ട്രിഗണോമെട്രിക് ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കോസ് 15 ഡിഗ്രിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം കോസ് 15 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമ്മൾ കോസ് 15 ഡിഗ്രിയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ 15നെ നമുക്കറിയാവുന്ന വാല്യൂസിലേക്കൊന്ന് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അതായത് നമുക്ക് 15 എന്ന് പറയുന്ന വാല്യൂ 45 നിന്ന് 30 കുറയ്ക്കുമ്പോഴാണ് 15 കിട്ടുക. അതല്ലേ? ഓക്കെ, 45 നിന്ന് 30 കുറയ്ക്കുമ്പോഴാണ് നമുക്ക് 15 കിട്ടുക. എങ്കിൽ നമുക്ക് കോസ് 15നെ ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ എഴുതാം. കോസ് 15നെ നമ്മൾ റീപ്ലേസ് ചെയ്ത് എഴുതുകയാണ് കോസ് ഓഫ് 45 മൈനസ് 30. 45 നിന്ന് 30 കുറച്ച് നമുക്ക് എന്ത് കിട്ടും? 15 കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ട്രിഗണോമെട്രിക് ഇക്വേഷൻസ് പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷനാണ് കോസ് ഓഫ് എക്സ് മൈനസ് വൈ. എന്താണ് കോസ് ഓഫ് എക്സ് മൈനസ് വൈ? കോസ് എക്സ് കോസ് വൈ പ്ലസ് സൈൻ എക്സ് സൈൻ വൈ. എന്താണ് ഇക്വേഷൻ? എങ്ങനെയാണ്? കോസ് ഓഫ് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് കോസ് എക്സ് കോസ് വൈ പ്ലസ് സൈൻ എക്സ് സൈൻ വൈ എന്നാണ് ഇക്വേഷൻ. എങ്കിൽ നമുക്ക് ആ ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യാം. കോസ് ഓഫ് 45 മൈനസ് 30 നമുക്ക് എങ്ങനെ എഴുതാം? കോസ് 45 ഇൻറ്റു സൈൻ 30, സോറി സൈൻ 30 അല്ല, കോസ് 30 പ്ലസ് സൈൻ 45. ഓക്കെ, സൈൻ 45 ഇൻറ്റു സൈൻ 30. ഓക്കെ, ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു. കോസ് ഓഫ് എക്സ് മൈനസ് വൈ എന്താ? കോസ് എക്സ് കോസ് വൈ പ്ലസ് സൈൻ എക്സ് സൈൻ വൈ. അപ്പോൾ കോസ് ഓഫ് 45 മൈനസ് 30 നമുക്ക് എങ്ങനെ എഴുതാം? കോസ് 45 ഇൻറ്റു കോസ് 30 പ്ലസ് സൈൻ 45 ഇൻറ്റു സൈൻ 30. ഇനി നമുക്ക് ഓരോ വാല്യൂസ് ട്രിഗണോമെട്രിയുടെ ഓരോ വാല്യൂസ് അപ്ലൈ ചെയ്യാം. കോസ് 45 എത്രയാ? 1/√2. കോസ് 45 എന്ന് പറയുന്നത് 1/√2. കോസ് 30 എത്രയാ? √3 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അപ്പോൾ 1/√2 ഇൻറ്റു √3/2 പ്ലസ് ഓക്കെ സൈൻ 45 എന്ന് പറയുന്നത് 1/√2 ആണ്. സൈൻ 30യുടെ വാല്യൂ 1/2 ആണ്. സൈൻ 30 1/2. ഓക്കെ, നമുക്കപ്പോൾ കിട്ടുന്നത് ഇങ്ങനെയാണ്. 2 ടേംസുകൾ വരും. ഓക്കെ, √3 ഡിവൈഡഡ് ബൈ 2√2
പ്ലസ് 1/2√2. ഓക്കെ, രണ്ട് ഫ്രാക്ഷൻസിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ 2√2 എന്ന് എഴുതാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, ന്യൂമറേറ്ററിനെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ √3 + 1. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്താ, cos 15 ഡിഗ്രിയുടെ വാല്യൂ എന്ന് പറയുന്നത് √3 + 1 / 2√2. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്ത ഇക്വേഷൻ ഇതാണ്, cos ഓഫ് x - y. എന്താ cos ഓഫ് x - y എന്ന് പറയുന്നത്, cos x cos y പ്ലസ് sin x sin y. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇൻ ട്രയാങ്കിൾ എ ബി സി ആംഗിൾ എ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി, എ ബി ഈസ് ഈക്വൽ ടു 3√2 സെൻറ്റിമീറ്റർ, ബി സി ഈസ് ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ എങ്കിൽ ഫൈൻഡ് ആംഗിൾ ബി ആംഗിൾ സി. ഓക്കെ, രണ്ട് ആംഗിൾസുകൾ കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ മൂന്നാമത്തെ സൈഡായ എ സിയുടെ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു തന്നിരിക്കുന്ന ട്രയാങ്കിളിൻ്റെ ഒരു ഫിഗർ വരയ്ക്കാം ആദ്യം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ട്രയാങ്കിളിൻ്റെ ഫിഗർ വരയ്ക്കുകയാണ്. ജസ്റ്റ് ഒരു ഏകദേശ ഫിഗർ ഇങ്ങനെ ഇരിക്കുന്നു വിചാരിച്ചോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് പേര് കൊടുക്കാം, എ ബി സി എന്ന് പേര് കൊടുക്കാം. നമുക്ക് ആംഗിൾ എ എത്രയും തന്നിട്ടുണ്ടോ, 30 ഡിഗ്രി എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, എ ബിയുടെ ലെങ്ത് എത്രയാ, എ ബിയുടെ ലെങ്ത് 3√2 എന്ന് തന്നിട്ടുണ്ട്. അതേപോലെ ബി സിയുടെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് 3 എന്നും തന്നിട്ടുണ്ട്. ക്ലിയർ ആണ്. ഓക്കെ, എങ്കിൽ നമ്മളിവിടെ ചോദിച്ചിട്ടുള്ളത് എ സിയുടെ ലെങ്ത് എത്ര, അതേപോലെ ആംഗിൾ ബി കണക്കാക്കുക, അതേപോലെ ആംഗിൾ സിയും നമുക്ക് കണ്ടുപിടിക്കണം. ക്ലിയർ ആണ്. ഓക്കെ, 3 ക്വസ്റ്റ്യൻസാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്, 3 വാല്യൂസാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ 3 വാല്യൂസ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ സപ്ലിമെൻ്ററി സെക്ഷനിൽ പഠിച്ചിട്ടുള്ള ഒരു പോർഷനാണ് സൈൻ ഫോർമുലേ. എന്തായിരുന്നു സൈൻ ഫോർമുലേ? ഓക്കെ, ഒരു ട്രയാങ്കിൾ, ആ ട്രയാങ്കിളിൻ്റെ പേര് നമുക്ക് കൊടുക്കാം എ ബി സി. അതിൻ്റെ ഓരോ ഓപ്പോസിറ്റ് സൈഡ്സുകൾ, എയുടെ ഓപ്പോസിറ്റ് എ, ബിയുടെ ഓപ്പോസിറ്റ് ബി, സിയുടെ ഓപ്പോസിറ്റ് സി ആണ് എങ്കിൽ നമ്മളിവിടെ നിന്ന് റിലേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ റിലേഷൻ ഇങ്ങനെയാണ്, sin A divided by A is equal to sin B divided by B is equal to sin C divided by C. ക്ലിയർ ആണ്. ഇതിനെയാണ് നമ്മളെന്ത് പറയുക, സൈൻ ഫോർമുല. ഓക്കെ, അപ്പോൾ ഈ സൈൻ ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ബി സിയുടെ ലെങ്ത് കണ്ടുപിടിക്കാം, എ സിയുടെ ലെങ്ത് കണ്ടുപിടിക്കാം, അതേപോലെ ആംഗിൾ ബിയും ആംഗിൾ സിയും നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് ഓരോ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് വാല്യൂസ് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. ഓക്കെ, നോക്കാം. സൈൻ എ, ഓക്കെ, എ എന്ന് പറയുന്നത് എയിലുണ്ടാകുന്ന ആംഗിൾ എത്രയാ, 30. ആ 30 എടുത്ത് അവിടെ എഴുതുന്നു. സൈൻ 30 ഡിവൈഡഡ് ബൈ എ എന്ന് പറയുന്ന ആംഗിളിന് ഓപ്പോസിറ്റ് വരുന്ന ലെങ്താണ്. അത് നമുക്കിവിടെ തന്നിരിക്കുന്നതിൽ 3 ആണ്. ഇസ് ഈക്വൽ ടു, ഇവിടെ ഇപ്പോൾ നമുക്ക് സൈൻ ബി എടുക്കാൻ പറ്റത്തില്ല, കാരണം ബി നമുക്കറിയത്തില്ല, അതേപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമുക്കറിയത്തില്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, സൈൻ സി എടുക്കാം. സി അറിയത്തില്ല, പക്ഷേ അതിന് ഓപ്പോസിറ്റുള്ള ലെങ്ത് നമുക്കറിയാം. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ആംഗിൾ സി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതുകയാണ് സൈൻ സി ഡിവൈഡഡ് ബൈ സി എന്ന് പറയുന്നത് ആംഗിൾ സിയുടെ ഓപ്പോസിറ്റ് വരുന്ന ലെങ്താണ്. ആ ലെങ്ത് എന്ന് പറയുന്നത് 3√2. ഓക്കെ, നമുക്കിവിടെ ക്രോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സൈൻ സി ഇൻറ്റു 3 വരുമ്പോൾ 3 സൈൻ സി എന്ന് നമുക്ക് കിട്ടും. ഇസ് ഈക്വൽ ടു, ഓക്കെ, സൈൻ 30 ഇൻറ്റു 3√2 എന്ന് റൈറ്റ് സൈഡിലും കിട്ടും നമുക്ക്. സൈൻ 30 ഇൻറ്റു 3√2. ഓക്കെ, നമുക്ക് വാല്യൂസ് അറിയാവുന്നതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ 3 സൈൻ സി ഇസ് ഈക്വൽ ടു സൈൻ 30യുടെ വാല്യൂ എന്താ, 1/2. സൈൻ 30യുടെ വാല്യൂ 1/2 ഇൻറ്റു 3√2 ആണ്. ഓക്കെ, ഇവിടെ ഉണ്ടാകുന്ന ഈ 3യും നമുക്ക് ഈ ഒരു 3യും എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് സൈൻ സി ഈസ് ഈക്വൽ ടു എന്താണ്, √2 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, √2 ഡിവൈഡഡ് ബൈ 2. നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഒന്നും കൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. നമുക്ക് ന്യൂമറേറ്ററിൽ ഒരു √2 ഉണ്ട്, ഡിനോമിനേറ്ററിൽ 2 ആണ്. 2നെ നമുക്ക് √2 × √2 എന്ന് എഴുതാൻ പറ്റും.
എന്താണ് √2 ഇൻറ്റു √2 ആണ് 2. അതിൻ്റെ മുകളിലത്തെ ന്യൂമറേറ്ററിൽ ഒരു √2ഉം ഡിനോമിനേറ്ററിൽ ഒരു √2ഉം കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു 1/√2 എന്ന് കിട്ടുന്നു. അതായത് നമുക്ക് സൈൻ സി ഈക്വൽ ടു 1/√2. അതായത് സിക്ക് ഏത് വാല്യൂ എടുക്കുമ്പോഴാണ് 1/√2 കിട്ടുക, അല്ലെങ്കിൽ സൈൻ ഓഫ് എന്ത് വാല്യൂ എടുക്കുമ്പോഴാണ് നമുക്ക് 1/√2 കിട്ടുക? അതെ, സൈൻ സി എന്ന് പറയുമ്പോൾ അപ്പോൾ സി എന്ന് പറയുന്നത് 45 ഡിഗ്രി കൊടുക്കുമ്പോഴായിരിക്കും നമുക്ക് എന്ത് കിട്ടുക 1/√2 കിട്ടുക. അപ്പോൾ നമ്മുടെ കണ്ടുപിടിക്കേണ്ട ഒരു വേരിയബിളായി ആംഗിൾ സി എന്ന് പറയുന്നത് 45 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, സൈൻ സി എന്ന് പറയുന്നത് 1/√2 ആണ്. അത് മനസ്സിലാക്കാം. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം സി ഈക്വൽ ടു എന്തായിരിക്കും 45 ഡിഗ്രി എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്താണ് 45 ഡിഗ്രി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഓക്കെ, അപ്പോൾ നമുക്ക് ആംഗിൾ സി 45 ഡിഗ്രി കിട്ടി. ആംഗിൾ എ 30 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ആംഗിൾ എ 30 ഡിഗ്രി ആണ്. അതേപോലെ ആംഗിൾ സി നമ്മൾ എന്ത് കണ്ടുപിടിച്ചു 45 ഡിഗ്രി എന്ന് കണ്ടുപിടിച്ചു. എങ്കിലും സ്വാഭാവികമായിട്ടും മൂന്നാമത്തെ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസുകളുടെ സം 180 ഡിഗ്രിയാണ് എങ്കിൽ ആംഗിൾ ബിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ആംഗിൾ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 180 മൈനസ് എന്തായിരിക്കും 30 പ്ലസ് 45 ഡിഗ്രി. 30 പ്ലസ് 45 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന 180 മൈനസ് 30 പ്ലസ് 45 എന്ന് പറഞ്ഞാൽ 75 ആണ്. ഓക്കെ, അപ്പോൾ 180 നിന്നും 75 കുറച്ചാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞത് 105 എന്താ 105 ഡിഗ്രി ആയിരിക്കും ആംഗിൾ ബി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കണ്ടുപിടിക്കേണ്ട ആംഗിളും കിട്ടി. ആംഗിൾ ബി എന്ന് പറയുന്നത് 105 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആംഗിൾ സി 45 ഡിഗ്രി കണ്ടുപിടിച്ചു. ആംഗിൾ ബി 105 ഡിഗ്രി എന്നും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരൊറ്റ ക്വസ്റ്റ്യനും കൂടെ ഉള്ളൂ. സൈഡ് എ സിയുടെ ലെങ്ത് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത് എ സിയുടെ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. എ സിയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞത് ഇതേ ഇക്വേഷൻ സൈൻ ഫോർമുല തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സൈൻ ബി ഡിവൈഡഡ് ബൈ ബി ഈസ് ഈക്വൽ ടു സൈൻ സി ഡിവൈഡഡ് ബൈ സി എന്നാണ് നമുക്കറിയാവുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കാം സൈൻ ബി ഡിവൈഡഡ് ബൈ ബി. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതാം സൈൻ ബി. ബിയുടെ സ്ഥാനത്ത് നമ്മളിവിടെ ഇപ്പോൾ ആംഗിൾ കണ്ടുപിടിച്ചു. ബി എന്ന് പറയുന്നത് 105 ആണ്. ഓക്കെ, അപ്പോൾ സൈൻ ഓഫ് 105 ഡിവൈഡഡ് ബൈ ബി. ബി എന്ന് പറയുന്നത് ഓക്കെ ആംഗിൾ ബിക്ക് ഓപ്പോസിറ്റ് ഉള്ളത് അത് നമുക്കറിയത്തില്ല. ഞാൻ എന്തെഴുതുന്നു ആ വാല്യൂ നമുക്കറിയാത്തതുകൊണ്ട് എ സി എന്ന് എഴുതി. ഈസ് ഈക്വൽ ടു സൈൻ സി. ഓക്കെ, അപ്പോൾ നമുക്ക് സിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ആംഗിൾ സി 45 ആണ്. ഓക്കെ, അപ്പോൾ സൈൻ 45 ഡിഗ്രി ഡിവൈഡഡ് ബൈ സി. അതായത് ആംഗിൾ സിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ലെങ്ത് എന്ന് പറഞ്ഞത് എ ബി ആണ്. എ ബിയുടെ ലെങ്ത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു 3√2. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം എ സിയുടെ ലെങ്താണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എ സിയുടെ ലെങ്ത് കണ്ടുപിടിക്കാം. ക്രോസ് ചെയ്യുക, ഇക്വേഷനെ ഫുള്ളൊന്ന് ക്രോസ് ചെയ്യുക. ഇക്വേഷനെ ഫുള്ള് ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും 3√2 ഇൻറ്റു സൈൻ 105 ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ സൈൻ 45 എന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സൈൻ 45 ഇൻറ്റു എന്താ കിട്ടുക നമുക്ക് എ സി അറിയത്തില്ല. ആ എ സി ഞാൻ അവിടെ എഴുതി. ഓക്കെ, ഇനി നമുക്ക് അറിയാവുന്ന കാര്യമാണ് എന്താ എ സിയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇവിടെ സൈൻ 105 എന്ന് പറയുന്നൊരു വാല്യൂ ഉണ്ട്. നമുക്ക് അതിനെ ഒന്ന് റീപ്ലേസ് ചെയ്യാം. സൈൻ 105നെ അതെങ്ങനെ നമുക്ക് നോക്കാം. സൈൻ 105 നമുക്ക് ഡയറക്റ്റായിട്ട് വാല്യൂ അറിയത്തില്ല. പക്ഷെ നമുക്കറിയാം തൊട്ട് മുൻപേ ഉള്ളൊരു പ്രോബ്ലത്തിൽ അതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. അതെങ്ങനെയാണെന്ന് നോക്കാം, ശ്രദ്ധിക്കാം. നമുക്ക് സൈൻ 105നെ നമുക്ക് 105 എന്ന് പറയുന്ന ആ നമ്പറിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. അതായത് 90നോട് ഓക്കെ എന്താണ് 90നോട് 15 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 105 കിട്ടുക. എങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം സൈൻ ഓഫ് 90 പ്ലസ് 15 സൈൻ ഓഫ് 19 പ്ലസ് 15. ഓക്കെ, സൈൻ ഓഫ് 90 പ്ലസ് 15 നമുക്കറിയാം 90 വരെയാണെങ്കിൽ ഫങ്ഷൻ ചേഞ്ച് ആവും. സൈന് കോസ് ആവും, കോസ് സൈൻ ആവും, ടാന് കോട്ടാകും, കോട്ട് ടാൻ ആകും.
ഓക്കെ എങ്കിൽ സൈൻ ഓഫ് 90 പ്ലസ് 50 എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? സൈൻ ഓഫ് 90 പ്ലസ് 50 എന്ന് പറയുമ്പോൾ ഓക്കെ സൈൻ എന്തായിട്ട് മാറും? കോസ് ആകും. ഓക്കെ അപ്പോൾ കോസ് ഓഫ് 50. ഓക്കെ കോസ് ഓഫ് 50. ഓക്കെ ഇനി സൈൻ ഓഫ് 90 പ്ലസ് 50 എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു ക്വാഡ്രൻ്റ് എല്ലാം മനസ്സിലേക്ക് കൊണ്ടുവരിക. സൈൻ ഓഫ് 90 പ്ലസ് 50 ഏതാ? സെക്കൻഡ് ക്വാഡ്രൻ്റിലാണ്. സെക്കൻഡ് ക്വാഡ്രൻ്റിൽ സൈൻ പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ത് തന്നെയായിരിക്കും? പോസിറ്റീവ് തന്നെയായിരിക്കും. ക്ലിയർ ആണ്. ഓക്കെ അപ്പോൾ നമുക്ക് സൈൻ ഓഫ് 105നെ നമ്മൾ റീപ്ലേസ് ചെയ്തു. ശ്രദ്ധിച്ചേ, സൈൻ ഓഫ് 90 പ്ലസ് 15 നമുക്കറിയാം. സൈൻ ഓഫ് 90 പ്ലസ് എക്സ് എന്താണ്? കോസ് എക്സ് എന്നാണ്. ഓക്കെ എന്താണ്? കോസ് എക്സ്. എങ്കിൽ സൈൻ ഓഫ് 90 പ്ലസ് 15 നമുക്ക് എങ്ങനെ എഴുതാം? കോസ് 15 എന്ന് എഴുതാം. എന്താ? കോസ് 15. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ഈ സൈൻ ഓഫ് 105നെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു. എന്തെന്ന് എഴുതുകയാണ്? 3√2 ഇൻറ്റു എന്തെഴുതാം? കോസ് 15 ഈസ് ഈക്വൽ ടു സൈൻ 45. എന്താണ് സൈൻ 45ൻ്റെ വാല്യൂ? 1/√2. എന്താണ്? 1/√2. ഓക്കെ ഞാനിവിടെ എഴുതുകയാണ് 1/√2 ഇൻറ്റു AC ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അവനവിടെ നിർത്തുകയാണ്. ഓക്കെ അപ്പോൾ ശ്രദ്ധിക്കാം, കണ്ടുപിടിക്കേണ്ട വേരിയബിൾ AC ആണ്, അല്ലെങ്കിൽ സൈഡ് AC ആണ്. AC റൈറ്റ് ഹാൻഡ് സൈഡ് നിർത്തിയിട്ട് 1/√2 അവിടെ ഡിവൈഡ് ആണ്, നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് വരിക. ഓക്കെ അപ്പോൾ നമുക്ക് കിട്ടുന്നു 3√2 ഇൻറ്റു √2 ഇൻറ്റു കോസ് 15 ഈസ് ഈക്വൽ ടു AC. കോസ് 15 ഈസ് ഈക്വൽ ടു AC. √2 ഇൻറ്റു √2 എത്രയായിരിക്കും? 2 അല്ലേ? നമുക്കറിയാം √2 ഇൻറ്റു √2 2 ആണ്. 2 ഇൻറ്റു 3 എത്രയാ? 6. ഓക്കെ അപ്പോൾ നമുക്കവിടെ കിട്ടുന്നത് 3√2 ഇൻറ്റു √2നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 6 എന്ന് കിട്ടും. ഓക്കെ അപ്പോൾ നമുക്ക് ഫൈനലായിട്ട് കിട്ടുന്ന ആൻസർ ഇങ്ങനെയാണ്. AC ഈസ് ഈക്വൽ ടു 6 കോസ് 15. 6 കോസ് 15. ഓക്കെ കോസ് 15ൻ്റെ വാല്യൂ തൊട്ട് മുന്നേ നമ്മൾ ചെയ്തതാണ്. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു കോസ് 15. ഓക്കെ അവിടെ നമുക്ക് കോസ് 15ൻ്റെ ആൻസർ ഇങ്ങനെയാണ് കിട്ടിയത്. √3 + 1 ഡിവൈഡഡ് ബൈ 2√2. ഓക്കെ ആ വാല്യൂ എടുത്ത് നമ്മളിവിടെ എഴുതുകയാണ്. ഓക്കെ അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഇങ്ങനെയാണ്. 6 ഇൻറ്റു √3 + 1 ഡിവൈഡഡ് ബൈ 2√2. 2√2 അതായത് കോസ് 15ൻ്റെ വാല്യൂ ആയിരുന്നു √3 + 1 ഡിവൈഡഡ് ബൈ 2√2. ആ വാല്യൂ ഇൻറ്റു ഇവിടെ നമുക്കൊരു 6 ഉണ്ട്. ഓക്കെ 6 ഇതായിരിക്കും എന്തെന്ന് പറയുക AC-യുടെ ലെങ്ത്. ഓക്കെ അപ്പോൾ നമ്മൾ ഇതോടെ എന്ത് ചെയ്തു? 2020 ഡിസംബറിൽ നടന്ന ഇംപ്രൂവ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഫുള്ളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അപ്പോൾ നമുക്കിനി 2020 മാർച്ച് മാസത്തിലെ പബ്ലിക് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസാണ് നമ്മൾ അടുത്ത പരിചയപ്പെടാൻ പോകുന്നത്.